പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നെത്തോലി ഫ്രൈയും അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്ത ഐറ്റംസ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ ഇനി എത്ര വേണമെങ്കിലും കഴിക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒട്ടും എണ്ണ ചേർക്കാതെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളവും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പോലെ ഇതൊന്ന് തുടച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കോളിഫ്ലവറിലെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയോ അതല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ചിക്കൻ മസാലപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ട പൊട്ടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടിയും 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. വെളിച്ചെണ്ണ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് സിലിക്കോണിൻ്റെ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ടൈം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ടൈം കഴിയുമ്പോൾ താനെ ഒരു ബെല്ലടിയോട് കൂടി ഇത് ഓഫ് ആയിക്കോളും. അപ്പോൾ നമ്മളിത് പുറത്തെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് പുറത്തെടുത്തതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് പുറത്തെടുത്ത് നോക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഫുൾ ടൈം വെച്ച് ഒറ്റയടിക്ക് തന്നെ അങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് നമുക്ക് വെന്ത് കിട്ടില്ല കേട്ടോ. മുകൾ ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, പക്ഷേ അടിഭാഗം ഒന്നും നമുക്കങ്ങനെ വെന്ത് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയുടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ 20 മിനിറ്റാണ് കേട്ടോ നമുക്കിത് ഇതുപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് സമയമെടുത്തത്. ഞാനിപ്പോൾ ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും എണ്ണ ചേർക്കാതെ നമുക്കിത് ഇതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. അടുത്തൊരു ബാച്ച് കോളിഫ്ലവർ കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു പേടിയുമില്ല. ഇനി ഞാനിത് അവിടെ കുറച്ച് നെത്തോലി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എയർ ഫ്രയറിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ എയർ ഫ്രയറിലേക്ക് സിലിക്കോണിൻ്റെ ഈ പാത്രം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിൽ തടവി കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നെത്തോലി മീൻ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കരുത്, എല്ലാം അതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് എയർ ഫ്രയറിലേക്ക് ഫ്രൈ ആവാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിത് ഒരു 140 ഡിഗ്രി സെൽഷ്യസിൽ
ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിത് തുറന്ന് പുറത്തെടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം നമുക്ക്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം പുറത്തെടുക്കുന്നുണ്ട്. 2 സൈഡും ഇതാ ഒരുപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സിലിക്കോണിൻ്റെ ഇതുപോലത്തെ പാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എയർ ഫ്രയറിൻ്റെ ഗ്രില്ലിലും അതിൻ്റെ ബാസ്ക്കറ്റിലൊന്നും ഒട്ടും തന്നെ വേസ്റ്റും കാര്യങ്ങളും ഒന്നും ആവില്ല കേട്ടോ. സിലിക്കോണിൻ്റെ ആ ഒരു പാത്രം മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. അടുത്ത ഒരു ബാച്ച് കൂടെ മീൻ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിലുള്ള ഫ്രൈ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ. എണ്ണ ചേർക്കാതെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണെന്ന് പറയേയില്ല, അത്രയ്ക്ക് രുചിയുണ്ട്. അപ്പോൾ എയർ ഫ്രൈ വീട്ടിലുള്ളവർ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഹെൽത്തി ആയിട്ട് ഫ്രൈ ഐറ്റംസ് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.